ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പൈസി ആയിട്ടുള്ള ഒരു കാശ്മീരി സ്റ്റൈൽ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കാറുള്ള ചിക്കൻ കറിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് പശുവിൻ പാലൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കാശ്മീരി ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വെറൈറ്റി ടേസ്റ്റുള്ള കാശ്മീരി ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കാശ്മീരി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചിക്കൻ പീസസിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലപ്പൊടികൾ ചിക്കൻ പീസസിലേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ആവുന്ന ആ ഒരു സമയം കൊണ്ട് 2 പഴുത്ത തക്കാളി നല്ല ഫൈൻ പേസ്റ്റായിട്ട് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇതിന് വേണ്ടി 2 പഴുത്ത വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കുക കേട്ടോ. ഇനി ഈ തക്കാളി നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഈ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സാധാരണ കാശ്മീരി ചിക്കൻ തയ്യാറാക്കുമ്പോൾ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യുന്നത് കടുകെണ്ണയിലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഓയിലിന് പകരമായിട്ട് കടുകെണ്ണ തന്നെ യൂസ് ചെയ്യാം. കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതിന് പകരമായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ഈ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഒന്നും മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ചിക്കൻ പീസസിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചിക്കൻ പീസസിൻ്റെ 2 വശവും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി കാശ്മീരി ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാശ്മീരി ചിക്കൻ കറിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പിന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സമയമെടുത്ത് തന്നെ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഈ സവാളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ കാശ്മീരി ചിക്കൻ കറിക്ക് നെയ്യുടെ ഒരു ഫ്ലേവർ ഉണ്ടാകാറുണ്ട്. ഇനി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. നെയ്യൂടെ ചേർത്തതിന് ശേഷം ഈ സവാള ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന ഒരു തക്കാളിയുടെ പ്യൂരി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പ്യൂരിയൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കാം.
മസാലപ്പൊടികളോട് ചേർത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം ഈ പൊടികൾ ചേർത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലപ്പൊടികളോട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ലൂസാക്കി എടുക്കാം. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. തൈരൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരൂടെ ചേർത്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പശുവിൻ പാലാണ്. പശുവിൻ പാലിൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ഉപയോഗിക്കുക കേട്ടോ. നിങ്ങൾക്ക് പശുവിൻ പാൽ ഇതിലേക്ക് ചേർക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ പൊതുവെ കാശ്മീരി ചിക്കൻ കറിയിൽ പശുവിൻ പാലാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മളിതിലേക്ക് തൈരും പശുവിൻ പാലും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രേവി നല്ല ക്രീമി ആയിട്ടായിരിക്കും ഉണ്ടാവുക. പാലോട് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ അതിന് മുകളിലായിട്ട് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് മുഴുവനായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ഈ ഗ്രേവിയിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇതിൻ്റെ ഗ്രേവി ഉണ്ടായിരിക്കുക. കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ചിക്കൻ പീസസ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസസൂടെ ചേർത്ത് ഈ ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 10 മിനിറ്റ് ചിക്കൻ കറി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് ആ ഗ്രേവിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് തൈരും പാലും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഗ്രേവി നല്ല ക്രീമി ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കാശ്മീരി ചിക്കൻ കറി തയ്യാറാക്കാൻ. വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.